എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിലെ ഇൻഡെക്സ് ആൻഡ് മാച്ച് ഫങ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇൻഡെക്സ് എന്നയും മാച്ച് എന്നയും രണ്ട് ഫങ്ഷൻ്റെ കോമ്പിനേഷൻ ഫങ്ഷനായിട്ടാണ് ഇൻഡെക്സ് ആൻഡ് മാച്ച് ഉപയോഗിക്കുന്നത്. ആദ്യമേ നമ്മൾക്ക് ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു എംപ്ലോയി ഡാറ്റ എന്ന ഒരു ഡാറ്റാബേസ് ഉണ്ട്. ഈ ഡാറ്റാബേസിൽ നെയിം, ഐ ഡി, ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് എന്നിങ്ങനെ കോളങ്ങളിലായി ഡാറ്റ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾക്ക് ഇൻഡെക്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഇൻഡെക്സ് എന്ന ഫോർമുല അപ്ലൈ ചെയ്യുകയാണ്. ഇൻഡെക്സ് ടാബ് കീ പ്ലസ് റെഫറൻസ്. ഇവിടെ റെഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് റേഞ്ചിൽ നിന്നാണോ ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്ത് റിട്ടേണായി വരേണ്ടത് ആ ഒരു ഡാറ്റയെയാണ് റെഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഐ ഡി റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ഐ ഡി റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചു, കോമ. ഇനി ചോദിക്കുന്നത് റോ ആണ്. എന്താണ് ഈ റോ? അതായത് നമ്മളുടെ ഈ ഡാറ്റാബേസിലെ ഈ ഒരു കോളത്തിൽ, അതായത് ഐ ഡി ഇൻഡെക്സിൻ്റെ റേഞ്ചായിട്ട് എടുത്തിരിക്കുന്ന, റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്ന ഐ ഡിയിലെ എത്രാമത്തെ റോയിൽ നിന്നാണ് നമ്മൾക്ക് ഡാറ്റ റിട്ടേൺ ആയിട്ട് വരേണ്ടത്. ഉദാഹരണത്തിന് ഞാനിവിടെ 5 എന്ന് കൊടുക്കുന്നു. 5. ഓക്കെ, കോമ. ഇവിടെ ഒരു ആർഗ്യുമെൻ്റ് കൂടി ഉണ്ട്, കോളം എന്ന് പറഞ്ഞിട്ട്. ഈ കോളം എന്നത് വേണമെങ്കിൽ നമ്മൾക്ക് 1 എന്ന് കൊടുക്കാം, കാരണം നമ്മൾക്കാകെ ഒരു കോളം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കേസിൽ നമ്മൾ ഈ കോളം എന്നുള്ളത് ഇഗ്നോർ ചെയ്താലും ഒരു കുഴപ്പവുമില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 1004 എന്ന് കാണാം. നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോർമുലയിൽ C5 to C16 5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് റെഫറൻസിൽ നിന്നും 5ാമത്തേത് നമ്മൾക്ക് റിട്ടേൺ ആയിട്ട് വരണം. അപ്പോൾ ഈ 5ാമത്തേതെന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ സ്പ്രെഡ്ഷീറ്റ് ഡാറ്റയുടെ നമ്പറല്ല, പകരം നമ്മൾ ഉണ്ടാക്കിയ ഡാറ്റാ ബേസിലെ 1, 2, 3, 4, 5ാമത്തേത്. അപ്പോൾ ഈ 5ാമത്തെ വാല്യൂ ആണ് റിട്ടേൺ ആയി വന്നിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇൻഡെക്സ് എന്നത് ഒരു റേഞ്ച് ഓഫ് ഡാറ്റ കാണിച്ചിട്ട് അതിൻ്റെ പൊസിഷൻ കാണിച്ചു കൊടുത്താൽ ആ പൊസിഷനിലുള്ള വാല്യൂവിനെ റിട്ടേൺ വാല്യൂ ആയിട്ട് വരുന്നതാണ് ഇൻഡെക്സ് എന്ന ഫങ്ഷൻ. അതുപോലെ നമുക്ക് മാച്ച് ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഈക്വൽ ടു മാച്ച് ഡാറ്റ കീ പ്രസ് ചെയ്തു, സെർച്ച് കീ. ഈ മാച്ച് ഫംഗ്ഷന് ഒരു സെർച്ച് കീ നിർമ്മിക്കും. സെർച്ച് കീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കൊടുക്കുന്നു, സെർച്ച് കീ കൊടുക്കുന്നു, കോമ, റേഞ്ച്. ഏത് ഡാറ്റ റേഞ്ചിൽ നിന്നാണ് നമ്മൾക്ക് റിട്ടേൺ വാല്യൂ എടുക്കേണ്ടത്, ഏത് ഡാറ്റ റേഞ്ചിലാണ് ഈ മാച്ച് ഫംഗ്ഷൻ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു ഡാറ്റാബേസിനെ കൊടുക്കുന്നു. ഓക്കെ, കോമ, സെർച്ച് ടൈപ്പ്. ഇവിടെ നമ്മൾ നേരത്തെയൊക്കെ വി ലുക്കപ്പിലൊക്കെ കണ്ടിട്ടുണ്ട് സെർച്ച് ടൈപ്പ് ട്രൂ ഓർ ഫോൾസ്. നമുക്ക് ട്രൂ വേണം, ബ്രാക്കറ്റ് ക്ലോസ്, എന്ത്. ഇവിടെ നമ്മൾക്ക് കണ്ടിരിക്കുന്നത് 5 എന്നാണ്. എന്താണ് ഈ 5? നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഇൻഡെക്സിലെ, അതായത് G6 എന്ന ഈ വാല്യൂ എത്രാമത്തെ പൊസിഷൻ, നമ്മൾ ആദ്യം ഇൻഡെക്സിലെടുത്തത് പൊസിഷൻ കാണിച്ചു കൊടുത്തിട്ട് വാല്യൂ റിട്ടേൺ ചെയ്തു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ വാല്യൂ കാണിച്ചു കൊടുത്തു, സെർച്ച് കീ ആയിട്ട് വാല്യൂ കാണിച്ചു കൊടുത്തിട്ട് അത് എത്രാമത്തെ പൊസിഷനിലാണെന്നാണ് മാച്ച് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ഇൻഡെക്സ് എന്നത് നമ്മൾ ഒരു ഡാറ്റാബേസ് കാണിച്ചു കൊടുത്തിട്ട് ആ ബേസിലെ ഒരു പൊസിഷൻ കാണിച്ചു കൊടുത്താൽ ആ പൊസിഷനിലുള്ള വാല്യൂ റിട്ടേൺ ചെയ്യുകയും, മാച്ച് എന്നത് റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ കാണിച്ചു കൊടുക്കുകയും
അതിൻ്റെ പൊസിഷൻ തിരിച്ച് കാണിക്കുകയും ചെയ്യുന്നതാണ് മാച്ച്. അപ്പോൾ ഇനി നമ്മൾ ഇൻഡെക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ഐ ഡി, നെയിം, ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ 4 കോളം വെച്ചിട്ടുണ്ട്. അതായത് സെയിം കോളം. നമ്മൾക്ക് ഈ ഐ ഡി ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ള വാല്യൂസിനെ റിട്ടേൺ ചെയ്യണം. അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ ഈ ഐ ഡി എന്ന കോളത്തിനകത്ത് ഒരു ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റ് ചെയ്യണം. ഡാറ്റ വാലിഡേഷൻ, ആഡ് റൂൾ, ഡ്രോപ്പ് ഡൗൺ ഫ്രം എ റേഞ്ച് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഐ ഡി സെലക്ട് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അഡ്വാൻസ്ഡ് ഓപ്ഷൻ എടുത്തിട്ട് താഴെ പോയി നോക്കണം ഇവിടെ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഇഫ് ദ ഡാറ്റ ഈസ് ഇൻവാലിഡ് ഷോ എ വാർണിംഗ് ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് റിജക്റ്റ് ദ ഇൻപുട്ടാണ്. അതായത് നമ്മളെ ഈ ഡാറ്റാ ബേസിലുള്ള സാധനം മാത്രമേ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. ഡൺ കൊടുക്കുന്നു. ഡൺ. അപ്പോൾ വാലിഡേഷൻ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ ഈ ഐ ഡി ഔട്ട്പുട്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഈ ഇൻഡെക്സ് ആൻഡ് മാച്ച് ഫംഗ്ഷനെ ഒരു കോമ്പിനേഷൻ ഫംഗ്ഷനായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ വീണ്ടും ഒരു ഇൻഡെക്സ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈക്വൽ ടു ഇൻഡെക്സ് റെഫറൻസ്. നമ്മൾ റെഫറൻസ് ഈ എൻ്റെ ഡാറ്റ കൊടുക്കുന്നു, കോമ റോ എന്നത് നമ്മൾ നേരത്തെ കൊടുത്ത 5th കൊടുക്കുന്നു. ഇങ്ങനെയായിരുന്നു നമ്മൾ ഇൻഡെക്സ് കൊടുത്തിരുന്നത്. അതിന് പകരം ഈ 5 എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റിന് പകരം നമ്മൾ മാച്ച് എന്ന ഫംഗ്ഷൻ ആഡ് ചെയ്യുകയാണ്. മാച്ച് മാച്ച് ടാബ് കീ, സെർച്ച് കീ നമ്മളെ ഐ ഡി, കോമ റേഞ്ച് എന്നാൽ ഐ ഡി ഉൾക്കൊള്ളുന്ന റേഞ്ച്, കോമ സെർച്ച് ടൈപ്പ് എക്സാക്റ്റ് വാല്യൂ 0, അപ്രോക്സിമേറ്റ് വാല്യൂ 1 ആണ്. നമ്മൾ എക്സാക്റ്റ് വാല്യൂ ആണ് എടുക്കുന്നത് 0. ഇവിടെ നമ്മൾ നേരത്തെ ഇൻഡെക്സ് ഫംഗ്ഷൻ ചെയ്തപ്പോൾ ഒരു കോളം എന്നുള്ളത് ഇഗ്നോർ ചെയ്തിരുന്നു. ഇപ്പോൾ നോക്കിയാൽ കാണാം ഇൻഡെക്സ്, റെഫറൻസ്, റോ, കോളം. അതായത് ഇൻഡെക്സിൻ്റെ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ടാണ് മാച്ച് വരുന്നത്. ആക്ച്വലി ഇൻഡെക്സ് ഫംഗ്ഷനാണ് ഇവിടെ വരുന്നത്. ഇൻഡെക്സിൻ്റെ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റിനെ നമ്മൾ മാച്ചാക്കി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കോളം എന്നുള്ള ഫംഗ്ഷൻ നമ്മൾക്ക് ഇവിടെ കൊടുക്കണം. കോമ 1 ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. ഇവിടെ ഒരു ഫംഗ്ഷൻ എറർ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്കൊന്ന് വാല്യൂ കൊടുത്തു നോക്കാം. ഇപ്പോൾ 1002 ബാബുരാജ് എന്ന് പറഞ്ഞിട്ട് 1002 ബാബുരാജ്, ഇതാണ് നമ്മളെ ഡാറ്റ. അപ്പോൾ ഈ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഐ ഡി വച്ചിട്ട് നമ്മൾ നെയിമിനെ റിട്ടേൺ വാല്യൂ ആക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് ഡെസിഗ്നേഷൻ എന്ന വാല്യൂ എടുക്കണം, ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കണം. ഡെസിഗ്നേഷൻ എടുക്കാൻ സെയിം ഫോർമുല കോപ്പി ചെയ്യുക, Ctrl+C, ഡെസിഗ്നേഷനിൽ വരിക, ഈക്വൽ ടു Ctrl+V, കോളം ഇൻഡെക്സ് 3 ആക്കുക. കാരണം രണ്ടാമത്തത് നമ്മൾ ഐ ഡി ആണ് സെർച്ച് കീ ആയിട്ട് കൊടുത്തത്. മൂന്നാമത്തതാണ് ഡെസിഗ്നേഷൻ, എൻ്റർ, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ. അടുത്തത് വീണ്ടും സെയിം ആയിട്ട് തന്നെ ചെയ്യുക. ഇൻഡെക്സ് ഈ ഫോർമുല കോപ്പി ചെയ്യുക, Ctrl+C, ഡിപ്പാർട്ട്മെൻറ്റ് വരിക, ഈക്വൽ ടു Ctrl+V, കോളം ഇൻഡെക്സ് 4 ആക്കി മാറ്റുക. ഓക്കെ, ജനറൽ വർക്ക്സ്. ഇവിടെ നമുക്ക് എങ്ങനെ മാറ്റിയാലും ഈ ഡാറ്റ മാറി വരുന്നത് കാണാം. 1008 ഹരിദാസ്, ഇവിടെ നോക്കിയാൽ കാണാം 1008 ഹരിദാസ് PM, ഫാക്കൽറ്റി AI എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ശരിക്ക് ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷനിലൂടെ നമ്മൾക്ക് റിട്ടേൺ വാല്യൂ എടുക്കാൻ പറ്റുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇത് വി ലുക്കപ്പുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് അഡ്വാൻസ്ഡ്?
ഈ വി ലുക്കപ്പ് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ലുക്കപ്പ് വാല്യൂ ചെയ്യുക ലെഫ്റ്റ് ടു റൈറ്റ് മാത്രമാണ് വി ലുക്കപ്പ് ചെയ്യുക. അതായത് നമ്മൾ ഐ ഡി കൊടുക്കുകയാണെങ്കിൽ ഈ റേഞ്ച് സെലക്ട് ചെയ്യേണ്ടി വരും. അല്ലാതെ ഐ ഡി നമ്മൾ കൊടുത്തിട്ട് അതിൻ്റെ ലെഫ്റ്റിലുള്ള വാല്യൂവിനെ വി ലുക്കപ്പ് ചെയ്യില്ല. ഇത് ഏത് തരത്തിലുള്ള വാല്യൂ ഏത് ഓർഡറിലാണെങ്കിൽ പോലും ഇത് ലുക്കപ്പ് ചെയ്ത് റിട്ടേൺ വാല്യൂ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് തരും. ഇതാണ് ഇൻഡെക്സ് മാച്ച് വാല്യൂ. ഇനി ഈ ഇൻഡെക്സ് മാച്ച് വാല്യൂവിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തുകയാണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഈ B5 to E18 കൊടുത്തതിനെ നമ്മൾ 18 എന്നുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇവിടെയും 18 എന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. എൻ്റർ. അതുപോലെ ഈ കോളത്തിലുള്ള 18 ഡിലീറ്റ് ചെയ്യുന്നു. C5 to C എന്ന രീതിയിലാക്കുന്നു. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയുള്ള ഡാറ്റാബേസിൽ ഇപ്പോൾ ഇവിടെ 14 എന്നിങ്ങനെയുള്ള ഡാറ്റയാണുള്ളത്. നമ്മൾക്ക് ഇനി ഡാറ്റ അഡീഷണൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഇപ്പം അർജുൻ എന്ന് വന്ന് ഇപ്പോൾ ഇവിടെ റോ നമ്പറും ഐ ഡിയും ഓട്ടോമാറ്റിക്കലായിട്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത 1014 എന്നത് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ആഡായി വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ? ഇവിടെ ഇത് കൊടുക്കുമ്പോൾ അർജുൻ വേറെ ഫംഗ്ഷൻ നമ്മൾ എഴുതാത്തത് കൊണ്ടാണ് ഇവിടെ വരാത്തത്. അങ്ങനെ എത്ര ഡാറ്റ വേണമെങ്കിലും നമ്മൾക്ക് ഈ ഡാറ്റാബേസിൽ ആഡ് ചെയ്യും. അത് ഡൈനാമിക് ആയിട്ട് നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലും ഈ ഇൻഡെക്സ് മാക്സ് ഫംഗ്ഷനിലും ആഡപ്പ് ആവുകയും അപ്ഡേറ്റ് ആവുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.